സോ ഇന്നത്തെ വെബിനാർ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ കമ്മ്യൂണിറ്റിയിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ് ഒരു സീരീസ് ആയിട്ടുള്ള വെബിനാർസ് കണ്ടക്ട് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ബേസിക്സ് തുടങ്ങിയിട്ട് എങ്ങനെ സൈബർ സെക്യൂരിറ്റി ബിൽഡ് ചെയ്ത് വരാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വെബിനാറുകൾ കറക്റ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്കൊരു സജഷൻ വന്നു. അപ്പോൾ അത് ബേസ് ചെയ്താണ് നമ്മൾ ഈ പറയുന്ന ഈ സീരീസ് ഓഫ് വെബിനാർസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെബിനാറിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻമാപ്പ് വെച്ചിട്ട് സ്കാനിങ് എങ്ങനെ ചെയ്യാം, സ്കാനിങ് ഫേസ് നമ്മുടെ ഹാക്കിങ്ങിന്റെ തന്നെ സ്കാനിങ് ഫേസ് എങ്ങനെ ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഒരു സീരീസ് ആണ് ഈ വെബിനാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ അതിന്റെ ഫസ്റ്റ് വെബിനാർ ആണ്. ഈ ഫസ്റ്റ് വെബിനാറിൽ നമ്മൾ കവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാളി ലിനക്സും അതുപോലെ തന്നെ മെറ്റാസ്പ്ലോയിറ്റബിൾ എന്നൊക്കെ പറയുന്ന ടൂളുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടൂളുകൾ ആക്ച്വലി എന്താണ്, നമ്മൾ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്, ഇനി അടുത്ത എൻമാപ്പിനെ നമ്മൾ ഈ വെബിനാറിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എൻമാപ്പിന് അടുത്ത വെബിനാറിൽ യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അപ്പോൾ ഇത് കറസ്പോണ്ടിങ് എന്തൊക്കെയാണ് അതിന്റെ ബേസിക്സ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ദാറ്റ് ബീങ് സെഡ്, ഞാൻ ആദ്യമായിട്ട് വരുന്നവരായിരിക്കും നമ്മുടെ വെബിനാറിൽ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് മനു ഫ്രാൻസിസ് എന്നാണ്. ഞാനൊരു സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കറാണ്, സർട്ടിഫൈഡ് സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ അനലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ എനിക്കൊരു നാനോ ഡിഗ്രി ഉണ്ട് ഇൻ സൈബർ സെക്യൂരിറ്റിയിൽ തന്നെ. ബെറ്റിൽസ്മാൻ ഗ്രൂപ്പ് ജർമ്മനി സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു നാനോ ഡിഗ്രി ആണ്. സോ ഇതാണ് എൻ്റെ അക്കാഡമിക് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഞാൻ ഒരു ബേസിക്കലി ഒരു എഞ്ചിനീയർ ആണ്, ഒരു ബിടെക് ഗ്രാജുവേറ്റ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ഞാൻ 5+ years ആയി സൈബർ സെക്യൂരിറ്റിയിൽ വന്നിട്ട്. ഓക്കെ, ഇനി നമുക്ക് എഡ്വെയറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. എഡ്വെയർ എന്ന് പറയുന്നത് ഞങ്ങൾ 2019 സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പ് ആണ്. ഈ 2019 സ്റ്റാർട്ട് ചെയ്തിട്ട് സൈബർ സെക്യൂരിറ്റി ട്രെയിനിങ്സും അതുപോലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങും അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള IT-യിലേക്ക് നമുക്കൊരു ജോബിലേക്ക് എത്തിപ്പെടാൻ വേണ്ട ട്രെയിനിങ്ങുകൾ നമ്മൾ ഡെലിവർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് എഡ്വെയർ എന്ന് പറയുന്നത്. ഇനി എഡ്വെയറിന്റെ തന്നെ നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിലും കാര്യങ്ങളൊക്കെ ഒരുപാട് ആഡ് ഓൺ കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി അതേപോലെ കുറച്ചധികം എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, സോ അതാണ് എഡ്വെയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എഡ്വെയർ എഡ്യൂക്കേഷന് തന്നെ നമുക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അതേപോലെ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. www.edware.com പോയി കഴിഞ്ഞാൽ എഡ്വെയറിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഡ്വെയർ ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള എഡ്വെയറിന്റെ ലേണിംഗ് ആപ്പ് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് അപ്പോൾ പൈത്തണോ അതേപോലെ എന്തെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ പഠിക്കണം, സൈബർ സെക്യൂരിറ്റി ഒക്കെ പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ കോഴ്സസിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ വെബ് ആപ്ലിക്കേഷനും ഉണ്ട്, learn.edware.com എന്നാണ് അതിന്റെ അഡ്രസ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്ലൈഡുകളിൽ തന്നെ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം, കോഴ്സസ് പഠിക്കണം, IT-യിൽ പഠിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കോഴ്സസ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് അബൌട്ട് എഡ്വെയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് നമ്മുടെ ഇഷ്യൂവിലേക്ക് വരാം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇനി നെക്സ്റ്റ് ഡേയ്സിൽ കവർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മെയിൻലി എത്തിക്കൽ ഹാക്കിംഗ് ആണ് നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത്. എത്തിക്കൽ ഹാക്കർ ആവാൻ അല്ലെങ്കിൽ പെനട്രേഷൻ ടെസ്റ്റർ ആവാൻ എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എത്തിക്കൽ ഹാക്കർ ആവണമെങ്കിൽ നമുക്ക് മെയിൻലി വേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? നെറ്റ്വർക്കിങ്ങിന്റെ ബേസിക്സ് അറിയണം. അതുപോലെ തന്നെ എത്തിക്കൽ ഹാക്കിങ്ങിന്റെ പ്രൊസീജിയർ എന്താണെന്ന് അറിയണം. നമ്മൾ പ്രൊസീജിയറിനെ ഉൾപ്പെടുത്തിയിട്ട് കഴിഞ്ഞ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു വെബിനാർ ആയിട്ട് തന്നെ നമ്മൾ ഫുള്ള് കണ്ടക്ട് ചെയ്തതാണ്. ഇനി അതിന്റെ ഒരു വീഡിയോയും നമ്മൾ യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു സൈബർ സെക്യൂരിറ്റിയിൽ നമ്മൾ എന്ത് കാര്യത്തിന് അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ, ഇപ്പോൾ എൻ്റെ ഇവിടെയുള്ള നെറ്റ്വർക്കിനാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് അതിന്റെ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ എന്താണെന്ന് നോക്കാം. അതായത് ഇപ്പോൾ എൻ്റെ ഒരു ലാബ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് വൈഫൈ റൂട്ടർ ഉണ്ട് എൻ്റെ റൂമിൽ. ഈ വൈഫൈ റൂട്ടർ ഉണ്ട്. ഈ വൈഫൈ റൂട്ടറിന്റെ കൂടെ തന്നെ നമുക്ക് അത് കണക്റ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ കമ്പ്യൂട്ടറുകൾ ഉണ്ടെങ്കിൽ ഈ വൈഫൈ റൂട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളും ആ കമ്പ്യൂട്ടറുകളെ ഹാക്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ഒരു കമ്പനിയുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഉള്ളിൽ ഉള്ള ഒരു വൈഫൈ റൂട്ടറിന്റെ ഉള്ളിൽ കണക്ട് ചെയ്തിരിക്കുന്ന സിസ്റ്റംസിനെ ഹാക്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് വിചാരിക്കാം. ഓക്കെ, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ സാധ്യമാക്കാം? അത് ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? നമ്മളിപ്പോൾ ആ വൈഫൈനെ ക്രാക്ക് ചെയ്തിട്ട് വൈഫൈയുടെ ഉള്ളിലേക്ക് കിടക്കുന്നതാണ് ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വൈഫൈനെ ക്രാക്ക് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്രാക്ക് ചെയ്തു, ഉള്ളിൽ കടക്കാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കടക്കാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ സിസ്റ്റംസ് ആണ് അതിൻ്റെ ഉള്ള അവൈലബിൾ ആയിട്ടുള്ളത്, എന്തൊക്കെ സിസ്റ്റംസ് നമ്മുടെ ഈ അറ്റാക്ക് ചെയ്യേണ്ട ആ ഒരു നെറ്റ്വർക്കിന്റെ ഉള്ള അവൈലബിൾ ആയിട്ടുണ്ട്, അതായത് ആ വൈഫൈ മോഡത്തിന്റെ അണ്ടറിലായിട്ട് ഏതൊക്കെ സിസ്റ്റംസ് കണക്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ സിസ്റ്റംസും ഏതൊക്കെ ആക്റ്റീവ് ആണ്, ഏതൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്, കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. ഇനി കണക്റ്റഡ് ആണെങ്കിൽ തന്നെ ആ കണക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസിൽ റൺ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാ, അത് വിൻഡോസ് ആണോ, വിൻഡോസ് മെഷീൻ ആണോ, ലിനക്സ് മെഷീൻ ആണോ, എന്ത് ടൈപ്പ് മെഷീൻ ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമ്മുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ പർപ്പസിന്, അതായത് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എൻമാപ്പ് എന്ന് പറയുന്ന ടൂൾ. അപ്പോൾ
ആ Nmap എന്ന് പറയുന്ന ടൂളിനെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള, അല്ലെങ്കിൽ അത് എങ്ങനെ ക്ലിയർ ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വെബിനാർ നമ്മൾ ഫുള്ളി പറയുന്നത്. അപ്പോൾ ആ വെബിനാറിൽ Nmap എന്നുള്ള ടൂളിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ Nmapനെ കുറിച്ച് അത് വർക്കിംഗ് നമ്മൾ നെക്സ്റ്റ് ഇതിൽ പറയും, അതായത് എങ്ങനെയാണ് നമ്മൾ അത് പ്രോഗ്രാം ചെയ്തിരുന്നത്. അപ്പോൾ Nmap റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് ലാബ് സെറ്റപ്പ് ഉണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളി പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ നെറ്റ്വർക്ക് സെറ്റപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ നെറ്റ്വർക്കിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെയാണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പറയുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ വൈഫൈ റൂട്ടറാണ്. ഓക്കെ, സോ നമ്മളൊരു കമ്പനി എടുത്തു. ഇത് എഡ്വെയറിന്റെ ഓർഗനൈസേഷൻ ആണ്. എഡ്വെയറിന്റെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ എഡ്വെയറിന്റെ ഓഫീസിൽ കണക്ട് ചെയ്തിരിക്കുന്ന സിസ്റ്റംസ് ആണ് ഒരു മെറ്റാസ്പ്ലോയിറ്റബിൾ എന്ന് പറഞ്ഞൊരു മെഷീൻ, അതേപോലെ കാളിനെക്സ് എന്ന് പറയുന്നൊരു മെഷീൻ. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിക്കുക, അങ്ങനെ എന്തൊക്കെയാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വിർച്വൽ ഇത് എന്താ പറയുന്നത്, വിർച്വൽ ആയിട്ട് നമ്മളൊരു ലാബ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അതായത് നമ്മൾ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഓഫീസിൽ നമ്മളൊരു ലാബ് സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന ലാബ് ഇങ്ങനെയായിരിക്കും. നമുക്കൊരു വൈഫൈ റൂട്ടർ ഉണ്ടാവും. അതായത് നോർമൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈഫൈ മോഡം, ആ വൈഫൈ മോഡം ഉണ്ടാവും. വൈഫൈ മോഡമിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സിസ്റ്റംസ് കണക്ട് ചെയ്യും. ഏതൊക്കെ സിസ്റ്റംസ് കണക്ട് ചെയ്യുന്നത്? കാളി ലിനക്സിനെ കണക്ട് ചെയ്യും, അതേപോലെ മെറ്റാസ്പ്ലോയിറ്റബിൾ സിസ്റ്റത്തിനെ കണക്ട് ചെയ്യും. അപ്പോൾ ഈ രണ്ട് സിസ്റ്റംസ് ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് കാളി ലിനക്സ്, എന്താണ് മെറ്റാസ്പ്ലോയിറ്റബിൾ? സോ കാളി ലിനക്സ് എന്ന് പറയുന്നത് വിൻഡോസ് ഒക്കെ പോലെ തന്നെ നമ്മൾ വിൻഡോസ് ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ വിൻഡോസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ലിനക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഇതേപോലെ തന്നെ ലിനക്സിന്റെ തന്നെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്ത്, കാളി ലിനക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കാളിയിൽ കൂടുതലായിട്ടുള്ളത്? അതായത് കാളിയിൽ എന്താണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വിൻഡോസും ലിനക്സ് ഒക്കെ പോലെ തന്നെ. കാളിയിൽ കൂടുതലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാളിയിൽ നമുക്ക് ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ടൂളുകളും, ഓൾമോസ്റ്റ് നമ്മൾ ഹാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളുകളൊക്കെ എവിടെയുണ്ട്? ഓൾറെഡി ഈ കാളി ലിനക്സിന്റെ ഇൻസ്റ്റാളേഷൻ ഫയലിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാളി ലിനക്സ് ഡയറക്റ്റ്ലി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന ഓൾമോസ്റ്റ് എല്ലാ സോഫ്റ്റ്വെയറുകളും എവിടെ ഉണ്ടാവും? കാളി ലിനക്സിൽ ഇൻബിൽറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൽ വേർഡും പവർ പോയിന്റ് ഒക്കെ ഉള്ളത് പോലെ തന്നെ നമ്മുടെ കാളി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കാളിയിൽ ഈ Nmap എന്നൊക്കെ പറയുന്ന ടൂളുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് നേരത്തെ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടാവും, പ്രീ ബിൽറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് കാളി ലിനക്സ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോസ്റ്റ്ലി നമ്മൾ ഹാക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കാളി എന്ന് പറയുന്നത്. കാളി മാത്രമല്ല, പാരറ്റ് OS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ബാക്ക് ട്രാക്ക് ആണ് വന്ന് കാളിയായി മാറിയത്. അപ്പോൾ അതേപോലെ കുറച്ചധികം സിസ്റ്റംസ് ഉണ്ട്. കാളി, പാരറ്റ് മാത്രം ഒന്ന് മൈൻഡിൽ വെക്കുക. നമ്മൾ ഇത് ഏതെങ്കിലും യൂസ് ചെയ്തിട്ടായിരിക്കും ഹാക്കിംഗ് നമ്മൾ നോർമലി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാളി ലിനക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു സോഫ്റ്റ്വെയർ എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മെറ്റാസ്പ്ലോയിറ്റബിൾ 2 എന്താണ്? നമ്മൾ ഹാക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് എന്ത്? എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എത്തിക്കൽ ഹാക്കേഴ്സ് ആണ്. നമ്മൾ ആരും ഒരിക്കലും ഹാക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടല്ല, ആരെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മളെപ്പോഴും അതിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എത്തിക്കൽ ഹാക്കേഴ്സ് ആണ്. അപ്പോൾ എത്തിക്കലായിട്ട് ഹാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിപ്പോൾ ഹാക്കിംഗ് പഠിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ പോയിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ വേറെ ആരുടെയോ സിസ്റ്റംസും നമ്മൾ ഒരിക്കലും പോയിട്ട് ഹാക്ക് ചെയ്ത് നോക്കാൻ പാടില്ല. ഒരാളുടെയും സിസ്റ്റംസ്, വേറെ ഒരാളുടെയും കൺസെന്റ് ഇല്ലാതെ അവരുടെ സിസ്റ്റംസ് നമ്മൾ ഹാക്ക് ചെയ്ത് നോക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഹാക്കിംഗ് പഠിക്കണം, അതിന് നമുക്കൊരു സിസ്റ്റം വേണം. അപ്പോൾ എന്തിൽ നമ്മൾ ഹാക്ക് ചെയ്ത് പഠിക്കും? എന്ത് സിസ്റ്റത്തിന് ഹാക്ക് ചെയ്ത് നമ്മൾ പഠിക്കും? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മെറ്റാസ്പ്ലോയിറ്റബിൾ 2 എന്ന് പറയുന്ന സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാം. മെറ്റാസ്പ്ലോയിറ്റബിൾ 2 എന്ന് പറയുന്ന സിസ്റ്റം ഓൾറെഡി വൾണറബിൾ ആയിട്ടുള്ള, അതായത് ഓൾറെഡി വീക്ക്നെസ്സുകളൊക്കെ ഉള്ള, നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുന്ന, ഹാക്ക് ചെയ്യാവുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം കോൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ് മെറ്റാസ്പ്ലോയിറ്റബിൾ എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റാസ്പ്ലോയിറ്റബിൾ എന്ന് പറയുന്ന സിസ്റ്റം നമുക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? അതിനെ ഹാക്ക് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മെറ്റാസ്പ്ലോയിറ്റബിൾ 2 എന്ന് പറയുന്നത്. ഈ മെറ്റാസ്പ്ലോയിറ്റബിൾ 2നെ നമുക്ക് നെറ്റ്വർക്ക് ഇന്റർനെറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം അപ്പോൾ ഒരു വൾണറബിൾ മെഷീനായിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് അതിന് എന്ത് ചെയ്യാം? വേറൊരു സിസ്റ്റം വെച്ച് അറ്റാക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെറ്റാസ്പ്ലോയിറ്റബിൾ 2 എന്ന് പറയുന്ന പ്രൊജക്ട് ഉള്ളത്. അപ്പോൾ മെറ്റാസ്പ്ലോയിറ്റബിൾ 2 എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമ്മുടെ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ ആദ്യം നമുക്കൊരു വൈഫൈ റൂട്ടർ വേണം. വൈഫൈ റൂട്ടറിലേക്ക് എന്താ കണക്ട് ചെയ്യണം? നമ്മുടെ കാളി ലിനക്സിനെയും കണക്ട് ചെയ്യണം, മെറ്റാസ്പ്ലോയിറ്റബിൾ 2 എന്ന് പറയുന്ന മെഷീനെയും കണക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ സിംപിളി ഒരു ചോദ്യം ചോദിക്കാം. നമ്മുടെ സിസ്റ്റത്തിന്റെ ഉള്ളിലാണെങ്കിൽ ഈ പറയുന്ന കാര്യം ചെയ്യുന്നതെങ്കിൽ, ഈ രണ്ട് കാര്യങ്ങളും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള OS ആണല്ലോ. അപ്പോൾ രണ്ട് ഡിഫറെന്റ് ലാപ്ടോപ്പോ രണ്ട് ഡിഫറെന്റ് കമ്പ്യൂട്ടറോ നമുക്ക് വേണ്ടി വരില്ലേ ഈ പറയുന്ന രണ്ടും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്? അതായത് നമുക്ക് കാളി ലിനക്സിന് ഇൻസ്റ്റാൾ ചെയ്യണം, മെറ്റാസ്പ്ലോയിറ്റബിൾ എന്ന് പറയുന്ന സിസ്റ്റത്തിന് ഇൻസ്റ്റാൾ ചെയ്യണം, എന്നിട്ട് കാളി ലിനക്സിൽ നിന്ന് മെറ്റാസ്പ്ലോയിറ്റബിളിനെ ഹാക്ക് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും രണ്ട് സിസ്റ്റംസ് വേണ്ടേ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ? രണ്ടും ഓരോ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്താലേ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റേ സിസ്റ്റത്തിനെ നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്?
വിർച്വൽ ബോക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. വിർച്വൽ ബോക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഹോസ്റ്റ് മെഷീൻ ഉണ്ടാവും. അതായത് നമ്മുടെ സ്വന്തം ലാപ്ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ലാപ്ടോപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വിർച്വൽ ബോക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ വിർച്വൽ ബോക്സിന്റെ പ്രത്യേകത എന്താ? വിർച്വൽ ബോക്സിൽ നമുക്ക് എത്ര OSനെ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 2-3 OSനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും നോർമലി. അപ്പോൾ കാളി ലിനക്സിന്റെ സോഫ്റ്റ്വെയർ വേണമെങ്കിൽ നമുക്ക് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. ഈ വിർച്വൽ ബോക്സ് എന്ന് പറയുന്ന ഒരു ടൂളിന്റെ ഉള്ളിലേക്ക്, ഒരു സോഫ്റ്റ്വെയറിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. കാളി ലിനക്സിനെ ഇൻസ്റ്റാൾ ചെയ്യാം. അതേപോലെ തന്നെ മെറ്റാസ്പ്ലോയിറ്റബിൾ എന്ന് പറയുന്ന ആ ഒരു OSനെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. ഈ വിർച്വൽ ബോക്സിന്റെ ഉള്ളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ വിർച്വൽ ബോക്സ് എന്ന് പറയുന്നത് ഒരു വിർച്വൽ മെഷീൻ റൺ ചെയ്യാനുള്ള, വിർച്വൽ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്ട്ലി ഒരു സിസ്റ്റം റൺ ചെയ്യുന്ന പോലെ തന്നെ, അതേപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ഉള്ളിൽ, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് നമുക്ക് അതിനെ റൺ ചെയ്യാൻ പറ്റും. എന്ത്? നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഫോട്ടോഷോപ്പ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഒരു വിർച്വൽ മെഷീൻ, അതായത് ഒരു കാളി ലിനക്സിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും നമ്മുടെ സിസ്റ്റത്തിന്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ നമ്മൾ വിൻഡോസിലേക്ക് ലോഗിൻ ചെയ്തിട്ട് വിൻഡോസിൽ വിർച്വൽ ബോക്സ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് കാളി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ കാളിനെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്? വിർച്വൽ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ വിർച്വൽ ബോക്സിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ കാളി ലിനക്സിനെയും മെറ്റാസ്പ്ലോയിറ്റബിളിനെയും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ 2 OSനെ നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യും, വിർച്വൽ ബോക്സിൽ ഇൻസ്റ്റാൾ ചെയ്യും. ഇനി നമുക്ക് വിർച്വൽ ബോക്സിന്റെ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണെന്ന് അറിയണം, കാളി ലിനക്സിനെ നമ്മൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്ന് അറിയണം, അതിൽ അതേപോലെ തന്നെ മെറ്റാസ്പ്ലോയിറ്റബിൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 കാര്യങ്ങളുടെ ഇൻസ്റ്റാളേഷൻ ആണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്നത്. അതിനുള്ള റിസോഴ്സസ് നമ്മൾ എൻഡ് ഓഫ് ദ സെഷൻ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്താണ് നമ്മൾ ആക്ച്വലി ട്രൈ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. എന്താണ് നമ്മൾ ആക്ച്വലി ഹാക്കിങ്ങിൽ ട്രൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ? നെറ്റ്വർക്ക് ഡിസ്കവറി ആണ്. നെറ്റ്വർക്ക് ഡിസ്കവറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു വൈഫൈ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഹാക്ക് ചെയ്ത് കയറി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഹാക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിന്റെ ഉള്ളിലുള്ള എല്ലാ സിസ്റ്റത്തിനെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഏതൊക്കെ സിസ്റ്റംസ് അതിനകത്തുണ്ട്, ഏതൊക്കെ ലാപ്ടോപ്പുകൾ അതിനകത്തുണ്ട്, ഏതൊക്കെ കമ്പ്യൂട്ടറുകൾ അതിനകത്തുണ്ട്, ഏതൊക്കെ സെർവറുകൾ അതിനകത്തുണ്ട്. ഇനി ആ സെർവറുകളൊക്കെ റൺ ചെയ്യുന്നതിന്റെ IP അഡ്രസ്സ് ഏതാണ്, അതേപോലെ ഏതൊക്കെ IP ആണ് അതിനകത്ത് റൺ ചെയ്യുന്നത്, അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഏതൊക്കെ സിസ്റ്റംസ് ആണോ, വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ് 10 ആണോ, വിൻഡോസ് 11 ആണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യത്തിന് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താ? നെറ്റ്വർക്ക് ഡിസ്കവറി. നെറ്റ്വർക്ക് ഡിസ്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഒരു വൈഫൈ മോഡാണോ, അവർ യൂസ് ചെയ്യുന്നത് ഒരു സ്വിച്ച് ആണോ, എന്താണ് അവിടെ യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക. അതേപോലെ അതിന്റെ ഉള്ളിൽ കണക്ട് ചെയ്തിരിക്കുന്ന സിസ്റ്റംസിനെ കണ്ടുപിടിക്കുക, ഏതൊക്കെയാണ് ആക്റ്റീവ് എന്ന് കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ നെറ്റ്വർക്ക് ഡിസ്കവറിയിൽ വരുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ രണ്ടാമത് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് പോർട്ട് ആൻഡ് സർവീസ് ഐഡന്റിഫിക്കേഷൻ ആണ്. പോർട്ട് ആൻഡ് സർവീസ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നെറ്റ്വർക്ക് പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സോ ഞാൻ ജസ്റ്റ് ഒന്ന് പോർട്ട് എന്താന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഡീറ്റെയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ നെറ്റ്വർക്കിൽ യൂട്യൂബിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം നെറ്റ്വർക്ക് പോർട്ട്സ് എന്താണെന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് അതിനെക്കുറിച്ചൊന്ന് പറയാം. സോ എന്താണ് ഒരു പോർട്ട്? ഇപ്പോൾ നിങ്ങളൊരു പോർട്ട് എന്താണെന്ന് നോർമലി പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള പോർട്ട്, എയർപോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ കൊച്ചി എയർപോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊച്ചിയിലേക്ക് ഒരാൾക്ക് ട്രാവൽ ചെയ്ത് എത്തണം എന്നുണ്ടെങ്കിൽ ആ എത്തുന്ന പോയിന്റ് ആണ് പോർട്ട് എന്ന് പറയുന്നത്, എയർപോർട്ട് എന്ന് പറയുന്നത്. കൊച്ചി എയർപോർട്ട് എന്ന് പറയുന്നത് കൊച്ചിയിലേക്ക് ഒരാൾക്ക് ട്രാവൽ ചെയ്ത് എത്താവുന്ന ആ എത്തുന്ന ഡെസ്റ്റിനേഷൻ. അവിടെ ആ പോർട്ടിലായിരിക്കും അവർ വന്ന് കയറുന്നത്. ആ പോർട്ടിൽ നിന്നായിരിക്കും പിന്നെ അവർ എങ്ങോട്ടായാലും പോകുന്നത്. അപ്പോൾ പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ച് ഒരു വിൻഡോസ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ വിൻഡോസ് സിസ്റ്റത്തിനെ സംബന്ധിച്ച് ഒരു പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ആള് പുറത്തുനിന്ന് അതിനെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പോർട്ട് വഴിയായിരിക്കും ആ സിസ്റ്റത്തിലേക്ക് അവർക്ക് കണക്ഷൻ പറ്റുള്ളൂ. അതായത് ആ എൻട്രി പോയിന്റിനാണ് നമ്മൾ പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് edware.comന്റെ എഡ്വെയർ എന്ന് പറയുന്ന കമ്പനിയുടെ വെബ് സെർവർ ആണെന്ന് വിചാരിക്കാം. അതായത് വെബ്സൈറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സെർവർ. ഇതിൽ നിന്നാണല്ലോ നിങ്ങൾ എപ്പോഴും ആ വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ വെബ്സൈറ്റിനെ നമ്മുടെ എഡ്വെയറിന്റെ വെബ് സെർവറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പോർട്ട് 80 എന്ന് പറയുന്ന പല പോർട്ടുകളുണ്ട്, പല നമ്പറിൽ പോർട്ടുണ്ട്. 21, 22, 23, 80, 81 അങ്ങനെ കുറച്ചധികം നമ്പർ ഓഫ് പോർട്ട്സ് ഉണ്ട്. അതിൽ 80 എന്ന് പറയുന്ന പോർട്ടിനെ ഓപ്പൺ ചെയ്തിട്ട് പറയും, ഈ 80 എന്ന് പറയുന്ന പോർട്ടിൽ നമ്മുടെ വെബ്സൈറ്റിനെ റണ്ണിങ് ആക്കാന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ വെബ്സൈറ്റിനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? വെബ്സൈറ്റ് എന്ന് പറയുന്ന സർവീസിനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പോർട്ട് 80 യൂസ് ചെയ്യും. എന്നിട്ട് 80 എന്ന് പറയുന്ന പോർട്ടിൽ എന്ത് ചെയ്യും? നമ്മൾ ആ വെബ്സൈറ്റ് അവൈലബിൾ ആക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ ഒരാൾക്ക് എപ്പോഴെങ്കിലും നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒരാൾക്ക് ഇപ്പോൾ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കയറുന്ന സമയത്ത് എന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യം ചെയ്യുന്നത്, നിങ്ങളുടെ ബ്രൗസർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പോർട്ട് 80, അതായത് edware.comന്റെ പോർട്ട് 80 വന്ന് കണക്ട് ചെയ്യും. അങ്ങനെ ഈ കണക്ട് ചെയ്തിട്ടാണ് ഇവിടെ നിന്നാണ് പിന്നെ വെബ്സൈറ്റിനെ സെർവ് ചെയ്യുക.
അതേപോലെ ഇത് പോർട്ട് 80 എന്ന് പറയുന്നത് നമ്മൾ വെബ്സൈറ്റ് സെർവ് ചെയ്യാനായിരുന്നു. ഇനി 443 എന്നൊക്കെ പറയുന്ന പോർട്ട് ഉണ്ട്. ഇത് സ്പെസിഫിക്കലി ഫോർ SSL TLS ഒക്കെയാണ്. ഓക്കെ, അങ്ങനെ കുറച്ചധികം പോർട്ടുകൾ ഉണ്ട്. ഓരോ പോർട്ടിലും ഓരോ സർവീസ് റൺ ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊരു അടുത്തൊരു വെബിനാറിൽ പറയാം. നെറ്റ്വർക്കിംഗിന്റെ ബേസിക്സ് പറയുമ്പോൾ നെറ്റ്വർക്കിംഗിന്റെ ബേസിക്സ് ഒരു ഫ്രീ കോഴ്സ് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ജസ്റ്റ് എന്താ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, പോർട്ട് എന്ന് പറയുന്നത് എൻട്രി പോയിന്റ് ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച്, ഒരു ഹാക്കറിനെ സംബന്ധിച്ച് ഏതൊക്കെ പോർട്ടുകൾ ഇതിനകത്ത് ഓപ്പൺ ആയിട്ടുണ്ട് നമ്മൾ അറിയണം. ഇപ്പൊ 80 ഓപ്പൺ ആണോ, 443 ഓപ്പൺ ആണോ, ഇങ്ങനെയുള്ള ഏതൊക്കെ പോർട്ടുകൾ ഓപ്പൺ ആണ്. ഇനി ഓപ്പൺ ആണെങ്കിൽ തന്നെ 80 റൺ ചെയ്യുന്നത് എന്താ, വെബ്സൈറ്റ് ആണോ, അതേപോലെ 443 റൺ ചെയ്യുന്നത് എന്താ, അങ്ങനെ ഓരോന്നിൽ റൺ ചെയ്യുന്ന സർവീസ് എന്താണെന്നും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഇതാണ് ഒരു ഹാക്കറെ സംബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓപ്പൺ പോർട്ടുകൾ എല്ലാ സിസ്റ്റത്തിനും ഉണ്ടാവും. ആ സിസ്റ്റത്തിൽ ഓരോ സ്പെസിഫിക് റൺ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് തിരിച്ച് വീണ്ടും നമ്മുടെ എവിടേക്ക് വരാം, നമ്മുടെ ഡോക്യുമെന്റിലേക്ക് വരാം, PDF വരാം. അപ്പോൾ നെറ്റ്വർക്ക് പോർട്ട് ഐഡന്റിഫിക്കേഷൻ ആണ് നമ്മുടെ സെക്കൻഡ് എന്ന് പറയുന്നത്. അതിനകത്ത് നെറ്റ്വർക്ക് പോർട്ട് എന്ന് പറയുന്നത് എന്താ നമ്മൾ പറഞ്ഞു. ഇനി പോർട്ട് ആൻഡ് സർവീസ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു 80 വെബ്സൈറ്റ് ആണ് റൺ ചെയ്യുന്നതെങ്കിൽ ആ വെബ്സൈറ്റ് റൺ ചെയ്യുന്നത് പോർട്ട് 80. അപ്പോൾ ആ ഏത് സർവീസ് ആണ് അവിടെ റൺ ചെയ്യുന്നത്, വെബ്സൈറ്റ് ആണോ, അതേപോലെ വേറെ എന്തെങ്കിലും ആണോ റൺ ചെയ്യുന്നത്, ഫയൽ ട്രാൻസ്ഫർ ആണോ അവിടെ നടക്കുന്നത്, അങ്ങനെ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് എന്തിൽ വരുന്നത്, സർവീസിൽ വരുന്നത്. ഇനി അടുത്ത കാര്യം എന്താണ്, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് വയർലെസ് സ്കാനിങ് ആണ്. വയർലെസ് സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഒരു വൈഫൈ നെറ്റ്വർക്ക് ചെന്നിട്ട് ഏതൊക്കെ വൈഫൈ നെറ്റ്വർക്കുകൾ അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്, ഏതൊക്കെ വൈഫൈ നെറ്റ്വർക്കുകൾ ഓപ്പൺ ആയിട്ടുണ്ട്, അതിനകത്ത് ഏതൊക്കെയാണ് ആ കമ്പനിയുടെ സ്വന്തമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഹാക്കറെ സംബന്ധിച്ച് നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത്, അതായത് എല്ലാ പ്രൊസീജിയറിലും സ്കാനിങ്ങിന്റെ ടൈമിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത്, ഒരു കമ്പനിയെ കുറിച്ച് ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്. ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് നെറ്റ്വർക്ക് നെറ്റ്വർക്കിനെ ഡിസ്കവർ ചെയ്യുക, അതേപോലെ പോർട്ട് ആൻഡ് സർവീസിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ Nmap വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, Nmap വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഇനി അപ്പോൾ അടുത്ത ലാബിൽ നമ്മൾ ചെയ്യാൻ പോവുക ഈ രണ്ട് കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഈ പറയുന്ന എന്തായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഒരു വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യും. വിർച്വൽ ബോക്സ് നമ്മുടെ സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യും. ഈ വിർച്വൽ ബോക്സിൽ തന്നെ എന്തൊക്കെ ഇൻസ്റ്റാൾ ചെയ്യും, കാളി ലിനക്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനെയും അതേപോലെ മെറ്റാസ്പ്ലോയിറ്റബിൾ എന്ന് പറയുന്ന സിസ്റ്റത്തിനെയും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ നമ്മൾ ഇതിന്റെ വിർച്വൽ ബോക്സിന്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യും. എന്നിട്ട് അതിനെ കോൺഫിഗർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ കാളി ലിനക്സിൽ നിന്ന്, അതായത് നമ്മുടെ വൈഫൈയിലേക്ക് ഈ കാളി ലിനക്സിനെയും കണക്ട് ചെയ്യും, അതേപോലെ മെറ്റാസ്പ്ലോയിറ്റബിളിനെയും കണക്ട് ചെയ്യും. എന്നിട്ട് കാളി ലിനക്സിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ മെറ്റാസ്പ്ലോയിറ്റബിളിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അറ്റാക്ക് ചെയ്യാൻ നോക്കും. ഇത്രയാണ് നമ്മൾ ഇനി നെക്സ്റ്റ് വെബിനാറിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എങ്ങനെ നമുക്ക് ഇനി ഈ പറയുന്ന കാളി ലിനക്സിനെയും വിർച്വൽ ബോക്സിനെയും ഇൻസ്റ്റാൾ ചെയ്യാം, അത് രണ്ട് യൂട്യൂബ് വീഡിയോസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങളപ്പോൾ ഞാൻ നെക്സ്റ്റ് തരുന്ന സ്ലൈഡിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ട് QR കോഡ് ഉണ്ട്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഈ രണ്ട് QR കോഡ്സ് നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഒന്ന് QR കോഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് അത് സ്കാൻ ചെയ്താൽ മതി. സ്കാൻ ചെയ്യുമ്പോൾ വിർച്വൽ ബോക്സ് ആൻഡ് കാളി ലിനക്സ് ആണ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇതാണ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇത് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മെറ്റാസ്പ്ലോയിറ്റബിൾ 2 എന്ന് പറയുന്ന കാര്യം ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഇത് രണ്ടും നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഈ പറയുന്ന രണ്ട് വീഡിയോസ് നോക്കിയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് Nmapന്റെ ആക്ടിവിറ്റി വരുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിനകത്തേക്ക് പോകുന്നത്. ഇനി നമ്മളിത് ഈ പറയുന്ന ഒരു വെബിനാർ എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഒരു ഒറ്റ വീഡിയോയിൽ നമ്മൾ തീർക്കില്ല. നമ്മൾ ഇനി ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും ഇനി വരുന്ന അടുത്ത എല്ലാ എത്തിക്കൽ ഹാക്കിങ്ങിന്റെ എല്ലാ വെബിനാർസും. അപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നെക്സ്റ്റ് വണ്ണിലേക്കും എപ്പോഴെപ്പോഴും വരുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി തന്നെ നോക്കിയിരിക്കുക. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്കൊരു 50 days ചാലഞ്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് സൈബർ സെക്യൂരിറ്റിയിൽ എത്തിക്കൽ ഹാക്കിങ്ങിൽ തന്നെ ഒരു പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് 50 days അഡ്വെയർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം നമ്മുടെ പേജ്. 50 days എത്തിക്കൽ ഹാക്കിങ്ങിന്റെ ചലഞ്ച് ആയിട്ടുള്ള കോഴ്സാണ്. ഈ കോഴ്സിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കിംഗ് തുടങ്ങി ഏറ്റവും ബേസിക് തുടങ്ങി സൈബർ സെക്യൂരിറ്റിയിലെ ഏറ്റവും ബേസിക്സ് തുടങ്ങിയിട്ട് സൈബർ സെക്യൂരിറ്റിനെ കുറിച്ചും റെക്കോണസൻസിനെ കുറിച്ചും ഓരോ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഫുള്ളി ലൈവ് സെഷൻസും അതേപോലെ റെക്കോർഡഡ് ലെക്ചേഴ്സും നിങ്ങൾക്ക് വേണ്ട റിസോഴ്സുകളും ഫ്രീ ആയിട്ട് വേണ്ട റിസോഴ്സുകളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണിത്. ഇതപ്പോൾ ടോട്ടൽ നമ്മളൊരു 50 days ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരു അൺലിമിറ്റഡ് മെന്റർ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ സെഷൻസും റെക്കോർഡഡ് ആയിരിക്കും. നിങ്ങൾ ഇൻ കേസ് മിസ്സായാലും നിങ്ങൾക്ക് കിട്ടുന്ന റെക്കോർഡിങ്സ് ഉണ്ടാവും. അതേപോലെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ലൈവ് ക്ലാസ്സുകൾ, അഡീഷണൽ റിസോഴ്സുകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്തിക്കൽ ഹാക്കിംഗ് നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ടോടുകൂടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ 50 days ആണ് ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാറ്റ്ഫോം ത്രൂ ആണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഫുള്ളി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ടാവും എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്ന കാര്യത്തിൽ എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഈ പേജിൽ തന്നെ നമ്മുടെ നെയിം, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസിൽ നിന്നുള്ള കോൾ ചെയ്യുന്നതാണ് ഒരാൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് നോക്കി വെക്കുക. ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചാറ്റ് ബോക്സിൽ ലിങ്ക് ഇപ്പോൾ ഇടാം. അതിലൊന്ന് പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിലാണ് കയറുന്നതെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, 50 days വെബിനാർ അറ്റൻഡ് ചെയ്യാൻ എനി സിസ്റ്റം റിക്വയർമെന്റ്സ്. ഇതിന് സിസ്റ്റം റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബിഗിനർ ലെവലിലാണ് ഈ കോഴ്സ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനൊക്കെ എത്തിക്കൽ ഹാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ഒരു 4 GB റാം ഉള്ള ഒരു സിസ്റ്റം, ഒരു i5 പ്രോസസ്സറായിരുന്നു ഉണ്ടായിരുന്നത്. അത് വെച്ചും ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് അത്ര വലിയ റിക്വയർമെന്റ് എന്നൊന്നും ഞാൻ പറയില്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറച്ച് സ്ലോ ആവുന്നേ ഉള്ളൂ, പക്ഷെ എങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്ര വലിയ സിസ്റ്റം റിക്വയർമെന്റ് അതിന് വേണമെന്ന് ഞാൻ പറയില്ല. ബട്ട് ഉണ്ടെങ്കിൽ നല്ലത്. ഈ പറഞ്ഞ പോലെ തന്നെ 8 GB റാമും i5 പ്രോസസ്സറും ഉണ്ടെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സ്ലോ ആവുന്നേ ഉള്ളൂ, ബട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റായിക്കൊന്നുമില്ല. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കാം. നമ്മുടെ 50 days എത്തിക്കൽ ഹാക്കിംഗ് ചലഞ്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഇപ്പൊ നമുക്ക് ഫുൾ ഫീസ് വരുന്നത് 4500 നിങ്ങൾക്ക് ഫുള്ളി 4500 കൊടുത്താൽ മതി. നിങ്ങളുടെ റെസ്യൂമെ റിവ്യൂ അടക്കം അതിനകത്ത് വരുന്നുണ്ട്. അതായത് ഒരു 3 times നിങ്ങളുടെ റെസ്യൂമെ റിവ്യൂ ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വേണോ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ചേഞ്ചസ് വരുത്തണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ എക്സ്പേർട്സ് റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് റിവ്യൂ അടക്കമാണ് വരുന്നത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ. ഒരു 50 days ഫുൾ ചലഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എത്തിക്കൽ ഹാക്കിങ്ങിനെ കുറിച്ച് നല്ല ഐഡിയ ആയിട്ടാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു എവരി വൺ ഫോർ ജോയിനിങ്. നമ്മളൊരു ഈവനിങ് ആണ്, എല്ലാവർക്കും മടിയുണ്ടെന്ന് അറിയാം. ബട്ട് എങ്കിലും എപ്പോഴും ഞാൻ പറയാം, നമ്മളൊരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. എക്സ്ട്രാ എഫേർട്ട് നമ്മൾ ഇടുമ്പോഴാണ് നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള റിസൾട്ടുകൾ കിട്ടുക. അപ്പോൾ ആ എക്സ്ട്രാ ഇടാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു എവരി വൺ.